നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ബഹ്റൈനിൽ ഇന്ന് ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. ചിലയിടങ്ങളിൽ കാറ്റിന്റെ വേഗത 25 നോട്ട് വരെ എത്താനും സാധ്യതയേറെയാണ് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ താപനില 42 ഡിഗ്രി സെൽഷ്യസിനും 32 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. രാജ്യത്ത് ചൂടും ഈർപ്പവും നിറഞ്ഞ അന്തരീക്ഷം തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ www.bahrainweather.gov.bh എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ ഓഗസ്റ്റ് 12 മുതൽ 17 വരെ അതിശയകരമായ തത്സമയ അനുഭവം പ്രദാനം ചെയ്യുന്ന ലോകപ്രശസ്ത ഷോ ഡിസ്നി ഓൺ ഐസ് എത്തുമെന്ന് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അറിയിച്ചു. ബിയോൺ അൽദാന ആംഫി തിയേറ്ററുമായി പങ്കാളിത്തത്തോടെ അതോറിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി വിനോദത്തിനും കുടുംബ ടൂറിസത്തിനുമുള്ള മുൻനിര പ്രാദേശിക ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ലൈവ് ഐസ് സ്കേറ്റിംഗ് പ്രകടനത്തിൽ മിക്കി മൗസ്, മിന്നി മൗസ്, ഡൊണാൾഡ് ഡക്ക്, ഗൂഫി എന്നിവരുൾപ്പെടെയുള്ള കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡിസ്നി കഥാപാത്രങ്ങളുടെ ഒരു കൂട്ടവും മോന, ഫ്രോസൺ, സിൻഡ്രല, ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്, എൻകാന്റോ, കൊക്കോ എന്നിവയിലെ ആരാധകരുടെ പ്രിയപ്പെട്ടവയും ഉണ്ടാകും. എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ ആകർഷകമായ കായികക്ഷമത, മിന്നുന്ന ദൃശ്യങ്ങൾ, മാന്ത്രിക കഥ പറച്ചിൽ എന്നിവയും പരിപാടിയിൽ ഉൾപ്പെടുത്തും. ഇവന്റിനുള്ള ടിക്കറ്റുകൾ ബഹ്റൈനിൽ 8 ദിനാർ മുതൽ www.platinumlist.net വഴി ലഭിക്കും. ബഹ്റൈൻ വേനൽക്കാല പരിപാടികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് www.bahrain.com സന്ദർശിക്കാം. ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്തി ഗവർണറേറ്റ് പദവി എന്ന അംഗീകാര നിറവിൽ മുഹറക്. ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കാൻ മുഹറക് ഗവർണറേറ്റിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഇത്. WHO ഹെൽത്ത് സിറ്റീസ് പ്രോഗ്രാമിന് കീഴിലുള്ള പദവിയാണ് മുഹറക് സ്വന്തമാക്കിയത്. മുഹറക് ഗവർണർ സൽമാൻ ഇസ്ബൻ ഹിന്ദി അൽമന്നായി ബഹ്റൈൻ ഭരണാധികാരികൾക്ക് ഈ നേട്ടത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്തു. അംഗീകാരം ഭരണ നേതൃത്വത്തിന്റെ മികച്ച കാഴ്ചപ്പാടാണെന്നും ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളും സൗകര്യങ്ങളും വികസിപ്പിക്കുന്നത് തുടരാനുള്ള ഗവർണറേറ്റിന്റെ പ്രതിബദ്ധതയെ ഇത് ചൂണ്ടിക്കാട്ടുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. BMC ന്യൂസിൽ ഒരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ സമ്മർ ടോയ് ഫെസ്റ്റിവലിന്റെ 2ാം പതിപ്പ് സമാപിച്ചു. താമസക്കാരും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ ഏകദേശം 1,20,000 സന്ദർശകരാണ് ഫെസ്റ്റിവലിൽ എത്തിയത്. ബിയോൺ അൽദാന ആംഫി തിയേറ്റർ, ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് BTA ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. അതുല്യ വിനോദ അനുഭവം എന്ന നിലയിൽ ഫെസ്റ്റിവലിന്റെ വർദ്ധിച്ചുവരുന്ന പ്രശസ്തി തുടർച്ചയായ 2ാം വർഷവും ശക്തിപ്പെടുത്തിയതായി BTA റിസോഴ്സ് ആൻഡ് പ്രൊജക്ട്സിന്റെ ഡെപ്യൂട്ടി CEO ദന ഒസാമ അൽസാദ് വ്യക്തമാക്കി. ബഹ്റൈന്റെ വാർഷിക ഇവന്റ് കലണ്ടറിലെ ഒരു പ്രധാന ഘടകമായി ഈ പരിപാടി മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ ടൂറിസം ഓഫറുകളുടെ വൈവിധ്യവൽക്കരണത്തിനും വേനൽക്കാലത്ത് ഗൾഫ് കുടുംബങ്ങൾക്ക് പ്രിയപ്പെട്ട സ്ഥലമെന്ന നിലയിൽ ആകർഷണം ശക്തിപ്പെടുത്തുന്നതിനും ഇത് സംഭാവന ചെയ്യുന്നുവെന്നും അൽസാദ് പറഞ്ഞു. ഉത്സവത്തിന്റെ ഉയർന്ന സംഘാടന നിലവാരം ഉറപ്പാക്കുന്നതിൽ നിർണായക സംഭാവനകൾ നൽകിയ 180 ബഹ്റൈൻ വളണ്ടിയർമാരുടെ നിർണായക പങ്കിനെയും അൽസാദ് പ്രശംസിച്ചു. സാമൂഹിക ഉത്തരവാദിത്തത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ബഹ്റൈൻ സമ്മർ ടോയ് ഫെസ്റ്റിവൽ നിരവധി ചാരിറ്റബിൾ സംഘടനകൾക്കും ദേശീയ സംരംഭങ്ങൾക്കും ആതിഥേയത്വം വഹിച്ചിരുന്നു.
ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് IYCC ബഹ്റൈൻ മനാമ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സത്യസേവാ സംഘർഷിന്റെ ഭാഗമായി പ്രവർത്തക ക്യാമ്പ് സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് മനാമയിലെ എക്സ്പ്രസ് സ്റ്റേഷൻ റെസ്റ്റോറന്റിലാണ് പരിപാടികൾ നടക്കുക. ലീഡ് IYCC സത്യസേവാ സംഘർഷ് എന്ന മുദ്രാവാക്യത്തിന് കീഴിലാണ് ക്യാമ്പ് ഒരുക്കുക. സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഈ ക്യാമ്പ് വേദിയാകും. IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അടക്കമുള്ള ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബഹ്റൈനിലെ പ്രധാന നേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ഈ ക്യാമ്പിലേക്ക് IYCCയുടെ എല്ലാ പ്രവർത്തകരെയും അനുഭാവികളെയും യുവജനങ്ങളെയും ക്ഷണിക്കുന്നതായി IYCC ബഹ്റൈൻ മനാമ ഏരിയ പ്രസിഡന്റ് റാസിബ് വേളം, സെക്രട്ടറി ഷിജിൽ പെരുമച്ചേരി, ട്രഷറർ ഹാരിസ് മാവൂർ എന്നിവർ അറിയിച്ചു. വേനൽക്കാലത്ത് ബഹ്റൈനിലെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പഴവർഗ്ഗങ്ങളും ജ്യൂസും കുടിവെള്ളവും എത്തിച്ച പ്രവാസി വെൽഫെയറിന്റെ ജനസേവന വിഭാഗമായ വെൽകെയർ തുറന്ന പ്രദേശങ്ങളിലും വഴിയോരങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്കാണ് വെൽകെയർ പഴവർഗ്ഗങ്ങളും ജ്യൂസും കുടിവെള്ളവും എത്തിച്ചു നൽകുന്നത്. തൊഴിലാളികളുടെ ആരോഗ്യവും ക്ഷേമവും മുൻനിർത്തിയാണ് വെൽകെയറിന്റെ നേതൃത്വത്തിൽ പ്രവാസി ആശ്വാസ് എന്ന പേരിൽ വേനൽക്കാല പദ്ധതി നടപ്പിലാക്കുന്നത്. വ്യത്യസ്ത സാമൂഹിക സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പിന്തുണയിലാണ് വെൽകെയർ സനാബി, സീഫ്, ഗഫൂൽ, മനാമ, സൽമാനിയ എന്നിങ്ങനെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പഴക്കിറ്റുകൾ നൽകിയത്. പ്രവാസി വെൽഫെയർ ജനറൽ സെക്രട്ടറി CM മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ വെൽകെയർ കോർഡിനേറ്റർമാരായ ബഷീർ വൈക്കലശ്ശേരി, മൊയ്തു തിരുവള്ളൂർ, രാജീവ് നാവായിക്കുളം, ഫസൽ റഹ്മാൻ, ഇർഷാദ് കോട്ടയം എന്നിവർ നേതൃത്വം നൽകി. ചൂട് കനക്കുന്ന വരും ദിവസങ്ങളിലും വെൽകെയർ പഴക്കിറ്റുകളുടെ വിതരണം തുടരുമെന്നും വെൽകെയർ കൺവീനർ മുഹമ്മദ് മലപ്പുറം അറിയിച്ചു. വെൽകെയർ പ്രവാസി ആശ്വാസ് പദ്ധതിയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും സ്ഥാപനങ്ങൾക്കും 3670-3663 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ICF ബഹ്റൈൻ ഉംറ സർവീസിന് കീഴിലുള്ള ഈ വർഷത്തെ രണ്ടാമത് ഉംറ സംഘത്തിന് യാത്രയപ്പ് നൽകി ബഷീർ ഹിഷാമി ക്ലാരിയുടെ നേതൃത്വത്തിലുള്ള 50 അംഗ സംഘമാണ് മനാമയിൽ നിന്നും യാത്ര പുറപ്പെട്ടിരുന്നത്. ICF നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി, ഫൈസൽ ചെറുവണ്ണൂർ, നൌഫൽ മയ്യേരി, മുനീർ സഖാഫി ചേകനൂർ, സക്കറിയ സഖാഫി, അഷ്റഫ് മങ്കര എന്നിവർ നേതൃത്വം നൽകി. ICF ഉംറ സർവീസിന് കീഴിലുള്ള അടുത്ത സംഘം ഓഗസ്റ്റ് 28 യാത്ര തിരിക്കുമെന്നും വിശദവിവരങ്ങൾക്ക് 3987-1794 അല്ലെങ്കിൽ 33372338 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. സമസ്ത ബഹ്റൈൻ വിവിധ ഏരിയ കമ്മിറ്റികളുടെ സഹായ സഹകരണത്തോടെ മാസം തോറും നടത്തിവരാറുള്ള തൻബീഹിന്റെ 8ാമത് പഠനവേദി സമസ്ത ജിദാലി ഏരിയ മദ്രസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സമസ്ത ബഹ്റൈൻ ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൽ മജീദ് ചോലക്കാട് ഉദ്ഘാടനം ചെയ്തു. സമസ്ത ഹിദ് അരാദ് ഏരിയ കോർഡിനേറ്റർ റബീഫ് ഫൈസി അമ്പലക്കടവ് വിഷയാവതരണം നടത്തി. സ്മരണീയം സെഷന് അഷ്റഫ് അൻവരി ചേലക്കര നേതൃത്വം നൽകി. സജീർ പന്തക്കിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് സമസ്ത ബഹ്റൈൻ ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൽ മജീദ് ചോലക്കോട് ഉദ്ഘാടനം ചെയ്തു. സമസ്ത ബഹ്റൈൻ ജനറൽ സെക്രട്ടറി SM അബ്ദുൽ വാഹിദ്, SKSSF ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ, സമസ്ത ഹമദ് ടൗൺ ഏരിയ കോർഡിനേറ്റർ ഷക്കീഫ് ഫൈസി തുടങ്ങിയവർ പ്രസംഗിച്ചു. സമസ്ത ജിദാലി ഏരിയ സെക്രട്ടറി ഫൈസൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. SKSSK ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് പെരിന്തൽമണ്ണ സ്വാഗതവും പ്രവർത്തക സമിതി അംഗം ഷംസീർ ജിദാലി നന്ദിയും രേഖപ്പെടുത്തി. സമസ്ത ജിദാലി ഏരിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും SKSSF ഏരിയ കൺവീനർമാരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ദിലീപ് ഫാൻസ് ഇന്റർനാഷണൽ ബഹ്റൈന്റെ ഔദ്യോഗിക ടീഷർട്ടിന്റെ പ്രകാശനം എറണാകുളം ക്രൗൺ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ ദിലീപ് നിർവഹിച്ചു. ദിലീപ് ഫാൻസ് ചെയർമാൻ റിയാസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഹാരിസ് തിരൂർ, ജയേഷ്, രൂപേഷ്, ബഹ്റൈൻ കമ്മിറ്റി സ്ഥാപക പ്രസിഡന്റ് സാദത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. BMC ന്യൂസിൽ വീണ്ടും ഒരു ഇടവേള.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക്. അമേരിക്കയുടെ ഇരട്ടത്തീരുവ പ്രഖ്യാപനത്തിന് പരോക്ഷ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകരുടെ താൽപര്യങ്ങൾക്കാണ് മുൻഗണന. അതിന് വലിയ വില നൽകേണ്ടി വന്നേക്കാമെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. ദില്ലിയിൽ നടന്ന MS സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ താൽപര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ഇതിന് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെന്ന് അറിയാം. പക്ഷേ താൻ തയ്യാറാണ്. രാജ്യത്തെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ക്ഷീര കർഷകർക്കും വേണ്ടി ഇന്ത്യയും തയ്യാറാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്ത് വോട്ട് മോഷണം നടക്കുന്നുണ്ടെന്നും ഹരിയാന തിരഞ്ഞെടുപ്പോടെ അത് വ്യക്തമായതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ദില്ലിയിലെ ഇന്ദിരാഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. ചില തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചുവെന്നും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇത് കണ്ടുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഗുരുതര ആരോപണങ്ങളാണ് കണക്കുകൾ നിരത്തി രാഹുൽ ഗാന്ധി വിശദീകരിച്ചത്. ശാസ്ത്ര മുന്നേറ്റത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശാസ്ത്ര ഗവേഷണ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രം എങ്ങനെ സാധാരണക്കാരന് പ്രയോജനപ്പെടുമെന്നതാണ് പരിശോധിക്കേണ്ടത്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് കാർഷിക മേഖലയ്ക്ക് കൂടി ഗുണകരമാകണം. ജനിതക എഞ്ചിനീയറിംഗ് രംഗത്തെ ഗവേഷണ ഫലങ്ങൾ ഭക്ഷ്യമേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കുമെല്ലാം കൈത്താങ്ങാങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ പ്രധാന ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗ് വർഷം തന്നെ നടക്കുമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചൌബെ അറിയിച്ചു. AIFF ഭരണഘടനാ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൂപ്പർ കപ്പോടെയായിരിക്കും ഈ സീസൺ ആരംഭിക്കുക. ക്ലബ്ബുകളുടെ പ്രതിനിധികളുമായി ദില്ലിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് തീരുമാനം. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.